നമസ്കാരം. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും പണം നിങ്ങളുടെ കൈകളിൽ തങ്ങുന്നില്ലേ? കടബാധ്യതകൾ നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ചിലർ മാത്രം എളുപ്പത്തിൽ പണക്കാരാകുന്നത്, എന്നാൽ ഭൂരിഭാഗം ആളുകളും ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യത്തിൽ കഴിയുന്നത്? ഇത് വെറുമൊരു ഭാഗ്യത്തിന്റെ പ്രശ്നമല്ല. നമ്മുടെ വീട്ടിലും പ്രവൃത്തിയിലും നാം വരുത്തുന്ന ചില ചെറിയ തെറ്റുകളാണ് മഹാലക്ഷ്മിയെ നമ്മിൽ നിന്ന് അകറ്റുന്നത്. ഭാരതം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തന്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യൻ ദാരിദ്ര്യം വേരോടെ പിഴുതെറിയാൻ ചില കൃത്യമായ വഴികൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ പണം കുമീഞ്ഞുകൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദാരിദ്ര്യം മാറാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന ആ ഒരേയൊരു വഴി എന്താണ്? ലോകം ഇതുവരെ രഹസ്യമായി വെച്ചിരുന്ന ആ സത്യങ്ങൾ ഇന്ന് വെളിപ്പെടുത്തുന്നു. വീഡിയോയുടെ അവസാനം പറയുന്ന ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ 7 തലമുറയ്ക്ക് വരെ ദാരിദ്ര്യമുണ്ടാവില്ല. നമുക്ക് തുടങ്ങാം. 1. അധർമ്മത്തിലൂടെയുള്ള സമ്പാദനം ഒഴിവാക്കുക. പണം സമ്പാദിക്കുക എന്നത് മാത്രമല്ല പ്രധാനം, അതെങ്ങനെ സമ്പാദിക്കുന്നു എന്നതാണ് പ്രധാനമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. മറ്റൊരാളെ ചതിച്ചോ വേദനിപ്പിച്ചോ നേടുന്ന പണം ഒരിക്കലും നിലനിൽക്കില്ല. അത് ദാരിദ്ര്യത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അന്യായോപാർജിതം വിത്തം ദശവർഷാണി തിഷ്ഠതി പ്രാപ്തേ ചൈകാദശേ വർഷേ സമൂലം തദ്വിനശ്യതി. അതായത്, അനീതിയിലൂടെ സമ്പാദിക്കുന്ന പണം പരമാവധി 10 വർഷം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. 11ാം വർഷം എത്തുമ്പോൾ ആ സമ്പാദ്യം അതിന്റെ പലിശയും മൂലധനവും സഹിതം നശിച്ചുപോകും. വിജയത്തിലേക്കുള്ള കുറുക്കുവഴികൾ പലപ്പോഴും ചതിക്കുഴികളാണ്. അധർമ്മത്തിലൂടെ നേടുന്ന പണം രോഗങ്ങൾക്കോ കോടതി കേസുകൾക്കോ ആയി നഷ്ടപ്പെട്ടുപോകും. സത്യസന്ധമായി അധ്വാനിക്കുന്നവന്റെ വീട്ടിൽ മാത്രമേ മഹാലക്ഷ്മി സ്ഥിരതാമസമാക്കുകയുള്ളൂ. രണ്ടാമതായി, ഭക്ഷണത്തെ ആദരിക്കുക. ഭക്ഷണം സാക്ഷാൽ അന്നപൂർണേശ്വരിയാണ്. ഭക്ഷണത്തെ നിന്ദിക്കുന്നിടത്ത് ദാരിദ്ര്യം താണ്ഡവമാടും. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭക്ഷണത്തിന്റെ ഓരോ തരിയും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. അന്നം നാ നിന്ദ്യാത് തദ്വ്രതം. അതായത്, ഭക്ഷണത്തെ ഒരിക്കലും നിന്ദിക്കരുത്, അതൊരു വ്രതമായി സ്വീകരിക്കണം. ഭക്ഷണം ബാക്കിവെക്കുന്നതും ഭക്ഷണത്തെ കുറ്റം പറയുന്നതും ദാരിദ്ര്യത്തെ ക്ഷണിച്ചുവരുത്തുന്നതിന് തുല്യമാണ്. പണമില്ലാത്തവർ പോലും ഭക്ഷണത്തെ ആദരിക്കാൻ പഠിച്ചാൽ പതുക്കെ ഐശ്വര്യം അവരിലേക്ക് വരും. ഭക്ഷണം പാഴാക്കാത്ത വീട്ടിൽ ലക്ഷ്മീദേവി എപ്പോഴും പ്രസാദവതിയായിരിക്കും. മൂന്നാമതായി, വൃത്തിയും വെടിപ്പും. വൃത്തിയില്ലാത്ത ശരീരവും വൃത്തിയില്ലാത്ത വീടും ദാരിദ്ര്യത്തിന്റെ ലക്ഷണങ്ങളാണ്. മടിയും അഴുക്കുമുള്ളിടത്ത് നെഗറ്റീവ് ഊർജം നിറയുന്നു. ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. കുചൈലിനം ദന്തമലോപധാരിണം ബഹ്വാശിനം നിഷ്ഠുരഭാഷിണം ച സൂര്യോദയേ ചാസ്തമിതേ ശയാനം വിമുഞ്ചതി ശ്രീരപി ചക്രപാണിം. അതായത്, അഴുക്കുള്ള വസ്ത്രം ധരിക്കുന്നവൻ, പല്ലു വൃത്തിയാക്കാത്തവൻ, അമിതമായി ആഹാരം കഴിക്കുന്നവൻ, പരുഷമായി സംസാരിക്കുന്നവൻ, സൂര്യോദയ സമയത്തും അസ്തമയ സമയത്തും ഉറങ്ങുന്നവൻ, ഇങ്ങനെയുള്ളവരെ സാക്ഷാൽ വിഷ്ണു ഭഗവാനാണെങ്കിൽ പോലും ലക്ഷ്മീദേവി ഉപേക്ഷിക്കും. അതിരാവിലെ എഴുന്നേറ്റ് വീടും പരിസരവും വൃത്തിയാക്കുന്നത് പോസിറ്റീവ് ഊർജം കൊണ്ടുവരും. നിങ്ങളുടെ വ്യക്തിശുചിത്വം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അത് വരുമാനത്തിലേക്കുള്ള വഴികൾ തുറക്കുകയും ചെയ്യും. നാലാമതായി, വാക്കുകളിൽ മധുരം. പരുഷമായി സംസാരിക്കുന്നവർക്ക് ഒരിക്കലും വലിയ വിജയങ്ങൾ നേടാൻ കഴിയില്ല. വാക്കാണ് ഐശ്വര്യം. പ്രിയവാക്യപ്രദാനേന സർവേ തുഷ്യന്തി ജന്തവ. അതായത്, മധുരമായ വാക്കുകൾ കൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും സന്തോഷിപ്പിക്കാൻ കഴിയും. ബിസിനസ്സിലായാലും ജോലിയിലായാലും സംസാരിക്കാനുള്ള കഴിവ് പ്രധാനമാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സംസാരം ശത്രുക്കളെ സൃഷ്ടിക്കുന്നു. ശത്രുക്കൾ വർദ്ധിക്കുമ്പോൾ സമ്പത്ത് നശിക്കുന്നു. ശാന്തമായും വിനയത്തോടെയും സംസാരിക്കുന്നവർക്ക് ചുറ്റും എപ്പോഴും സഹായത്തിനെത്തുന്ന ആളുകളുണ്ടാകും. അഞ്ചാമതായി, സമ്പാദ്യശീലം. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവാക്കുന്നത് ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണമാണ്. സമ്പന്നനാകാൻ പണം സമ്പാദിച്ചാൽ മാത്രം പോരാ, അത് ലാഭിക്കാൻ കൂടി പഠിക്കണം. ത്യജേത് ധർമ്മം ദയാഹീനം വിദ്യാഹീനം ഗുരും ത്യജേത്. ത്യജേത് ക്രോധമുഖീം ഭാര്യ നിസ്നേഹാൻ ബാന്ധവാൻ ത്യജേത്. ഇത് ചെലവിനെ നിയന്ത്രിക്കാനുള്ള തത്വമാണ്. ഒരു നദിയിലെ വെള്ളം കെട്ടിനിർത്തിയില്ലെങ്കിൽ അത് ഒഴുകിപ്പോകുന്നതുപോലെ സമ്പാദിക്കാത്ത പണം പെട്ടെന്ന് തീർന്നുപോകും. ആപത്കാലത്തേക്കു വേണ്ടി പണം കരുതിവെക്കുന്നവനാണ് ബുദ്ധിമാൻ. അനാവശ്യ ആഡംബരങ്ങൾക്കായി കടം വാങ്ങുന്നത് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് നിങ്ങളെ തള്ളിവിടും. ആറാമതായി, ദാനധർമ്മങ്ങൾ. കയ്യിലുള്ള പണം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അത് കുറയുകയല്ല, മറിച്ച് വർദ്ധിക്കുകയാണെന്ന് ചാണക്യൻ പറയുന്നു. ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ദാനേന തുലിയോ വിധിരാഹിദാനാം. അതായത്, ദാനത്തിന് തുല്യമായ മറ്റൊരു പുണ്യമില്ല. നിങ്ങളുടെ വരുമാനത്തിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും ദരിദ്രർക്കോ അശരണർക്കോ വേണ്ടി മാറ്റിവെക്കുക. പ്രകൃതിയുടെ നിയമമനുസരിച്ച് നമ്മൾ നൽകുന്നത് പല മടങ്ങ് തിരിച്ചു ലഭിക്കും. കൈ തുറന്നു നൽകുന്നവന്റെ കൈകൾ ഒരിക്കലും ശൂന്യമാകില്ല എന്ന് പുരാതന വിവേചം നമ്മെ പഠിപ്പിക്കുന്നു. ഏഴാമതായി, അറിവ് സമ്പാദിക്കുക. അറിവില്ലാത്തവന് സമ്പത്ത് ലഭിച്ചാലും അത് നിലനിർത്താൻ കഴിയില്ല.
അറിവാണ് ഏറ്റവും വലിയ ധനം. കാമധേനുഗുണ വിദ്യ ഹ്യ അകാലേ ഫലദായിനി പ്രവാസേ മാതൃസദൃശി വിദ്യാഗുപ്തം ധനം സ്മൃതം. അതായത് അറിവ് കാമധേനുവിനെ പോലെയാണ്, അതെപ്പോഴും ഫലം നൽകുന്നു. വിദേശത്ത് അതും അമ്മയെപ്പോലെ രക്ഷിക്കുന്നു. അറിവെന്നത് ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത രഹസ്യധനമാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതുവഴി വരുമാനം വർദ്ധിക്കാനുള്ള പുതിയ വഴികൾ തെളിയും. വിഡ്ഢിയായ ഒരു പണക്കാരൻ പെട്ടെന്ന് ദരിദ്രനാകും, എന്നാൽ അറിവുള്ള ദരിദ്രൻ പെട്ടെന്ന് പണക്കാരനാകും. 8. കൃത്യനിഷ്ഠ. സമയം കളയുന്നവൻ ജീവിതം കളയുന്നു. അവസരങ്ങൾക്കായി കാത്തുനിൽക്കാതെ സമയം ലാഭിക്കുന്നവരാണ് വിജയിക്കുന്നത്. ചാണക്യൻ ഇപ്രകാരം പറയുന്നു: ന കാലം അതിവർത്തന്തേ സന്തഃ. അതായത് സജ്ജനങ്ങൾ സമയം അതിക്രമിക്കാൻ അനുവദിക്കില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഇന്നത്തെ ജോലി നാളത്തേക്ക് മാറ്റിവെക്കുന്ന ശീലം ദാരിദ്ര്യത്തിന്റെ ലക്ഷണമാണ്. സൂര്യോദയത്തിന് മുൻപ് ഉണരുന്നതും കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. 9. മോശം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. നിങ്ങൾ ആരുടെ കൂടെ സമയം ചെലവഴിക്കുന്നുവെന്നത് നിങ്ങളുടെ വരുമാനത്തെ ബാധിക്കും. ദുഷ്ടഭാര്യ ഷഠം മിത്രം ഭൃത്യശ്ചൗത്തരദായക സ സർപ്പേച്ച ഗൃഹേ വാസോ മൃത്യുരേവ ന സംശയ. ചീത്ത സ്വഭാവമുള്ള ഭാര്യ, വഞ്ചകനായ സുഹൃത്ത്, അനുസരണയില്ലാത്ത വേലക്കാരൻ, പാമ്പുള്ള വീട്ടിലെ താമസം ഇവ മരണത്തിനു തുല്യമാണ്. എപ്പോഴും നെഗറ്റീവ് പറയുന്നവരുടെയും മടിയന്മാരുടെയും കൂടെ നടന്നാൽ നിങ്ങളും അവരെപ്പോലെയാകും. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടെ നടക്കുക. അവരുടെ ചിന്തകളും ശീലങ്ങളും നിങ്ങളെയും പണക്കാരനാക്കും. 10. ലക്ഷ്യബോധം. എവിടെ എത്തണമെന്നറിയാത്തവന് ഒരു പാതയും വിജയം നൽകില്ല. മനസാ ചിന്തിതം കാര്യം വചസാ ന പ്രകാശയേത് മന്ത്രേണ രക്ഷയേത് ഗൂഢം കാര്യേ അഭിനിയോജയേത്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൃത്യമായിരിക്കണം. ഈ വർഷം എത്ര സമ്പാദിക്കണം, കടം എങ്ങനെ വീട്ടണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കുക. വെറുതെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം പണം വരില്ല. അതിനായി കൃത്യമായ പദ്ധതികൾ വേണം. 11. കഠിനാധ്വാനം. ഭാഗ്യത്തെ മാത്രം വിശ്വസിച്ചിരിക്കുന്നവൻ പട്ടിണി കടിക്കും. അധ്വാനിക്കുന്നവന് മാത്രമേ ഭക്ഷണം ലഭിക്കൂ. ചാണക്യൻ ഇപ്രകാരം പറയുന്നു: ഉദ്യമഃ സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമ ഷഡേതേ യത്ര വർത്തന്തേ തത്ര ദേവഃ സഹായക. അതായത് പരിശ്രമം, ധൈര്യം, ക്ഷമ, ബുദ്ധി, ശക്തി, പരാക്രമം ഈ 6 ഗുണങ്ങളുള്ളിടത്ത് ദൈവവും സഹായിക്കും. കൈകെട്ടിയിരുന്നിട്ട് വിധി ശരിയല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കഠിനാധ്വാനത്തിന് പകരമായി മറ്റൊന്നുമില്ല. മടി ദാരിദ്ര്യത്തിന്റെ മാതാവാണ്. നിരന്തരമായ പരിശ്രമം കല്ലിനെപ്പോലും സ്വർണമാക്കും. അവസാനമായി ആത്മനിയന്ത്രണം. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാത്തവൻ പണത്തിന്റെ അടിമയായിത്തീരും. ഇന്ദ്രിയാണാം വശേ വർത്തതേ യഹ് സ വിനശ്യതി. അതായത് ഇന്ദ്രിയങ്ങൾക്കടിമയാകുന്നവൻ നശിക്കുന്നു. കണ്ടതെല്ലാം വാങ്ങിക്കൂട്ടുന്ന ശീലം നിങ്ങളെ കടക്കാരനാക്കും. ആവശ്യവും അത്യാഗ്രഹവും തിരിച്ചറിയുക. ലളിതമായ ജീവിതം നയിക്കുന്നവർക്ക് സമ്പത്ത് നിലനിർത്താൻ എളുപ്പമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും എന്നാൽ കൂടുതൽ നേടാൻ പരിശ്രമിക്കാനും പഠിക്കുക. സുഹൃത്തുക്കളെ, ആചാര്യ ചാണക്യൻ പറഞ്ഞ ഈ 12 കാര്യങ്ങൾ കേവലം അറിവല്ല, മറിച്ച് ദാരിദ്ര്യം പടികടത്താനുള്ള ആയുധങ്ങളാണ്. ഇന്നു മുതൽ നിങ്ങളുടെ വീട്ടിൽ വൃത്തിയും വാക്കുകളിൽ മധുരവും പ്രവൃത്തിയിൽ കഠിനാധ്വാനവും കൊണ്ടുവരൂ. പണം നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ ഏത് കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം വരുത്താൻ പോകുന്നത്? താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള രഹസ്യങ്ങൾ ഇനിയും അറിയാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകട്ടെ. നന്ദി.